എൻ്റെ ഇവിടെയുള്ള പ്രബോധകന്മാരിലുള്ള സഹോദരൻ ഇതേ കോലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. സൗദി അറേബ്യയിൽ പേര് കേട്ട പ്രാസംഗികൻ പ്ലെയിനിലുള്ള സമയത്ത് പ്ലെയിൻ ഇളകി. എന്തുകൊണ്ട്? കാർമേഘം പിടിച്ചത് കൊണ്ട് പ്ലെയിൻ റിയാദ് അല്ലെങ്കിൽ കസീം എവിടെയാണ് എയർപോർട്ട് എന്ന് ഓർക്കുന്നില്ല, ഇറങ്ങാൻ പ്രയാസം വന്ന് ഇളക്കം വന്നപ്പോൾ അറബികളായ ഹാജിമാർ മുഴുവനും പ്രത്യേകിച്ച് സൗദികളൊക്കെ അള്ളാഹുവിനോട് കൈപൊക്കി പ്രാർത്ഥിച്ച് കരഞ്ഞ വേളയിൽ വിദേശികളായ പാകിസ്ഥാൻ ഇന്ത്യക്കാരായ അറിവില്ലാത്തവർ അവിടെ ശൈഖന്മാരോട് ചോദിക്കുന്ന കേട്ടു എന്ന വാർത്ത, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോട് ചോദിച്ചു എന്ന വാർത്ത. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്ന് ചോദിക്കും. ഇതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. കാരണം ഇത് ക്ലിയറായാൽ ഇന്ന് ലോകത്തിൽ കാണുന്ന വിപ്ലവം പോലത്തെ വിപ്ലവങ്ങൾ മുസ്ലിങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇന്ന് ലോകത്തിൽ മുസ്ലിങ്ങൾ കൊള്ളരുതാത്തവർ, മുസ്ലിങ്ങളെ പോലോത്ത കൊല്ലപ്പെടുന്ന ഈച്ചെ കൊല്ലും പോലെ അല്ലെങ്കിൽ നാൽക്കാലി മൃഗങ്ങളെ കൊല്ലപ്പെടും പോലെ കൊല്ലപ്പെടുന്നതായ വിഭാഗം ലോകത്തിൽ മുസ്ലിങ്ങളല്ലാതെ ആരുണ്ട് ഇന്ന്? ദൈനംദിനം കേൾക്കാണ് പൊട്ടിത്തെറിയും ദശക്കണക്കിൽ പേര് മരിക്കുന്ന രംഗവും. അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെയൊക്കെ മുസ്ലിങ്ങൾ അവരുടെ നാട്ടിൽ കാട്ടിക്കൂട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞ് പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഖേദം കൊണ്ട് പറയുകയാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ 100-ൽ 70 അല്ല 75 അല്ല 80% എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നാം ഈ പറയുന്ന തത്വത്തെ വെറുക്കുന്നവരാണ്, അത് അംഗീകരിക്കാത്തവരാണ്, അതാണ് ഭീകരത എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്, അതാണ് കൊളരുതാത്തത്വം എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ലോകത്തിൽ അഭിമാനത്തോടു കൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കാത്തത്. അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം, ബദരീങ്ങൾ ഉഹദീങ്ങൾ ജീവിച്ച ജീവിതം, സഹാബാക്കൾ നേതാക്കൾ ജീവിച്ച ജീവിതം, താബിഈങ്ങൾ ജീവിച്ച ജീവിതം, എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ അവരുടെ മടക്കം, അവരുടെ തവക്കുൽ, അവരുടെ ബരമേൽപ്പിക്കൽ, അവരുടെ കീഴ്വണക്കം, അവരുടെ സമർപ്പണം, അതെല്ലാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മാത്രമായിരുന്നു എന്നതാണ്. വ്യത്യസ്തപ്പെട്ടതായ ചിന്താഗതികൾ വരുമ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചിന്ന ഭിന്നമായി ജനങ്ങൾ ചലിക്കുന്നു. അപ്രകാരം ചിന്ന ഭിന്നമായിട്ട് ആഗ്രഹങ്ങൾ മാറുകയും ചെയ്യുന്നു. പക്ഷെ അല്ലാഹുവിലേക്ക് മാത്രം അള്ളാഹുവിൻ്റെ പിടികയറി പിടിച്ചുകൊണ്ട് എല്ലാവരും ഏകീകരിച്ച് ഒരേ ആദർശത്തിലൂടെ ഒരേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിലൂടെ മുന്നോട്ട് കുതിക്കുകയാണെങ്കിൽ, ചെല്ലുകയാണെങ്കിൽ, നിങ്ങളെ നിന്ദിക്കുന്നവരോ നിന്ദ്യപ്പെടുത്തുന്നവരോ നിങ്ങളെ തരം താഴ്ത്തുന്നവരോ പരാജയപ്പെടുത്തുന്നവരോ നിങ്ങളുടെ മുമ്പിൽ ശമാഅത്ത് നടത്തുന്നവരോ ലോകത്തിൽ കാണുക തന്നെ ഇല്ല. അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾ അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിനാണ് ഇസ്സത്ത്, മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത്, റസൂലിനാണ് ഇസ്സത്ത്, ഖുർആന്റെ വാഗ്ദാനമാണ്. അതെ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറേണ്ടതുപോലെ കയറിയവരിൽ നിന്നിട്ട് ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ അവരത് പ്രേരിപ്പിക്കും. ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവിടെ പിന്നെ ധരിക്കേണ്ടതുപോലെ പർദ്ദ ധരിക്കാൻ അവർക്ക് നിർബന്ധം തോന്നും. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അവർക്ക് ഇബാദത്തിൻ്റെ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതാണാവട്ടെ പെണ്ണാവട്ടെ. അതെ, അല്ലാഹു പറയുന്നു, വല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും ശക്തിയുള്ള മഹബ്ബത്ത് റബ്ബിനോട് നൽകുന്നവർ, റബ്ബിന് സമർപ്പിക്കുന്നവർ, അവരാരാണ്? സത്യവിശ്വാസികൾ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതെ, അതുപോലെ തന്നെ ഗായത്തുൽ ദുല്ലി വൽ ഖുദൂ, ആദ്യം ഗായത്തുൽ മഹബ്ബ പറഞ്ഞു അല്ലേ, മഹബ്ബത്തിൻ്റെ അങ്ങേ അറ്റത്തെ സ്നേഹം. അതുപോലെ തന്നെ ഗായത്തുൽ ദുൽ, അങ്ങേ അറ്റത്തെ കീഴ്വണക്കം. ആ കീഴ്വണക്കം നമ്മളിലൂടെ ഉടലെടുക്കണം. അപ്പോഴോ അത് അല്ലാഹ് പറഞ്ഞു, അത് അല്ലാഹ് കൽപ്പിച്ചു, ഇസല്ലിമു തസ്ലീമ. ഇസല്ലിമു എന്താ ഖുർആന്റെ ശൈലി? ഇസല്ലിമു തസ്ലീമ. അല്ലാഹ് പറഞ്ഞു, എന്നാൽ അനുസരണം, ആന്തമായ അനുകരണം, കീഴ്വണക്കം. അല്ലാഹ് പറഞ്ഞാൽ മതി, റസൂൽ കൽപ്പിച്ചാൽ മതി. അപ്പോൾ ഗായത്തുൽ നിന്യതയുടെ അല്ലെങ്കിൽ വിനയത്തിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക്, ആഴത്തിലേക്ക്, സമർപ്പണത്തിൽ, കീഴ്വണക്കത്തിൽ എത്തുക എന്നതാണ്. എന്തുകൊണ്ട്? നീ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ
അള്ളാഹുവിന് നീ കീഴ്വണങ്ങുന്നില്ലെങ്കിൽ, നിന്റെ മുഴുവൻ ആരാധനകളിൽ നീ നിന്നിട്ട് സമർപ്പണ ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ, നീ അള്ളാഹിനെ സ്നേഹിച്ചിട്ടില്ല. നീ അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിൽ എന്ത് വരും? കീഴ്വണക്കം വരും. നീ ശരിക്ക് കീഴ്വണക്കം നടത്തുമ്പോൾ സ്നേഹം വേണ്ടതുപോലെ ഇല്ലെങ്കിൽ കീഴ്വണക്കം വരുന്നതല്ല. അപ്പോൾ സ്നേഹം ആദ്യം ഉടലെടുക്കണം, അപ്പോഴാണ് കീഴ്വണക്കം വേണ്ടതുപോലെ ഉണ്ടാവുക. ഈ കീഴ്വണക്കവും ഈ മഹബത്തും രണ്ടും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഇഖ്ലാസിലേക്ക് എത്തുക. ആത്മാർത്ഥമായിട്ട് വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറൂ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹനെ മാത്രം ആരാധിക്കാനല്ലാതെ. നമ്മുടെ വിഷയം എങ്ങനെ ആരാധിക്കണം? മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി ആരാധിക്കണം. നിസ്കരിക്കാൻ റബ്ബിന്റെ മുമ്പിൽ നിന്നാൽ ആത്മാർത്ഥത വരണമെങ്കിൽ റബ്ബിനോടുള്ള സ്നേഹം അങ്ങോട്ട് ഓർക്കുക. റബ്ബിനോടല്ലാതെ ഞാൻ ആരോടാ സ്നേഹിക്കുക? എനിക്ക് ഭക്ഷണം നൽകിയ റബ്ബ്, എൻ്റെ രോഗം മാറ്റിയ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്താൽ മതി. റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്താൽ മതി. റബ്ബ് പറയുന്നു, നിങ്ങളുടെ കൂടെ എന്ത് അനുഗ്രഹമുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നിട്ട് മാത്രമാണ്. ലോകത്താർക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ പങ്കില്ല, നിങ്ങളുടെ കണ്ണിൽ പങ്കില്ല, നിങ്ങളുടെ ചോരയിൽ പങ്കില്ല, നിങ്ങളുടെ കാതിൽ പങ്കില്ല, നിങ്ങളുടെ കിഡ്നിയിൽ പങ്കില്ല, നിങ്ങളുടെ ബൻക്രിയാസിൽ പങ്കില്ല, നിങ്ങളുടെ ആമാശയത്തിൽ പങ്കില്ല, നിങ്ങളുടെ എ തൊട്ട് സെറ്റ് വരെ നിങ്ങളുടെ ശരീരത്തിൽ പങ്കില്ല. ആരും എൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടില്ല? പങ്കാളിയായിട്ടില്ല. എന്തിന്? നിങ്ങളെ ശിക്ഷിക്കാൻ. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ما أشهدتهم خلق السماوات والأرض, ആകാശഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിന് അവർ സാക്ഷികളായിട്ടില്ല, അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അത് സൃഷ്ടിച്ച അത്ഭുതകരമാം വിധം നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചത്തെ ഞാൻ സൃഷ്ടിച്ചപ്പോൾ ആരും അതിൽ പങ്കാളിയായിരുന്നില്ല. മാ അശ്ഹദുഹും ഖൽഖ السماوات والأرض ولا خلق أنفسهم, അവരെ ഞാൻ സൃഷ്ടിച്ചപ്പോഴും അവരതിന് ദൃസാക്ഷിയായിരുന്നില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ ഉണ്ടായിരുന്നോ? നിന്നെ റബ്ബ് അത്ഭുതകരമാം വിധം, അത്ഭുതമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചതായ സന്ദർഭത്തിൽ ഇല്ല, നാം അതിന് ദൃസാക്ഷികളായിട്ടില്ല. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തീറ്റ വേണമെന്ന്, നിനക്ക് ആത്മാവിനെ റബ്ബിട്ട വേളയിൽ തീറ്റ ഉണ്ടാവണമെന്ന് തീരുമാനിച്ച റബ്ബ് ആ നിന്റെ ഉമ്മയുടെ മെൻസസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട്, ആ ചോരയെ ഹൈലിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രത്യേക പൈപ്പിംഗ് നിന്നിലേക്ക് നടത്തിയിട്ട് നിന്നെ വളർത്താൻ വേണ്ടി എങ്ങനെയാണ് റബ്ബുൽ ഇസ്സത്തി ജല ജലാലു പ്ലാൻ ഇട്ടത്? വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അദുദാ. നമുക്ക് പരിചയമുള്ള സൂറത്തുൽ കഹ്ഫിലുള്ള ആയത്താണ് നിങ്ങൾ കേട്ടത്. പറഞ്ഞു വരുന്നത്, നാം ഈ കേൾക്കുന്ന ശൈലിയിലുള്ള മഹബത്ത് നമുക്ക് നമസ്കാരത്തിൽ വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേണമെങ്കിൽ നാം എന്ത് ചെയ്യുക? അതിന് നല്ല ഭാഗം അള്ളാഹ് ചെയ്ത അനുഗ്രഹം ഒന്ന് ഓർക്കുക. എത്ര ആള് സൗദറബിലേക്ക് വരാൻ ചാൻസ് കിട്ടാത്തവർ കേരളത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം, അല്ലേ? എത്ര ആൾ സൗദി അറേബ്യയിലേക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്, എത്ര ആൾ മക്കയിലേക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്, എത്ര ആൾ മദീനയിലേക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്. ഇനി ഹജ്ജ് ചെയ്തവരോ ഉംറ ചെയ്തവരുണ്ടെങ്കിൽ എത്ര ആൾ മക്കയിലും മദീനയിലും വന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. ഇങ്ങനെ ഓർക്കുക. ഉദാഹരണം, അപ്പോഴാണ് നാം അള്ളാഹു ചെയ്ത അനുഗ്രഹം അതിൻ്റെ കട്ടി ഉൾക്കൊള്ളാൻ നമുക്കൊണ്ട് സാധിക്കുക. അപ്പോഴാണ് ഞാൻ എത്ര വീഴ്ച ചെയ്തു റബ്ബിൻ്റെ മുമ്പിൽ, എത്ര വീഴ്ച ചെയ്തു. ഇത്രയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന റബ്ബ്, ഞാൻ നിങ്ങളെക്കുറിച്ചല്ല കേട്ടാ, ഞാൻ കള്ള് കുടിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ വ്യഭിചരിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ കക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ തട്ടിപ്പ് നടത്തുമ്പോൾ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ എന്ത് പാപങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹമായ ആത്മാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ആസകല വർക്ക് ചെയ്യുന്നു. ഞാൻ അശ്ലീലം കാണുമ്പോൾ, ഞാൻ ഫിലിം കാണുമ്പോൾ, ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾക്കെതിരിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു. അതിലൊന്നും എനിക്ക് കയ്യില്ല. അള്ളാഹുവാണ് ഇതിനെ പ്രവർത്തിക്കുന്നത്. ഞാൻ അവൻ്റെ മുമ്പിൽ എത്ര വലിയ പാപം ചെയ്തു പോയി, എത്ര വലിയ ദോഷം ചെയ്തു പോയി, അള്ളാഹിന്റെ മുമ്പിൽ ഞാനത് കാട്ടാൻ പാടുണ്ടോ? ഇത്രയും എന്നെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹിച്ച റബ്ബിന് ഞാൻ അൽഹംദുലില്ലാ പറയേണ്ടതല്ലേ എന്നതിങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ സ്നേഹത്തിന് കെട്ടിക്കൂടുന്നു. ആ സ്നേഹം ആഴത്തിലുള്ള സ്നേഹമായി മാറുന്നു, ആരാധനയാകുന്ന സ്നേഹമായി മാറുന്നു. അതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ?
എന്താണ് മഹബത്ത്? ആരാധനയുടെ അകത്ത് കയറിക്കൂടേണ്ട മഹബത്ത് എന്നത്. ഇവിടെ ഇത്തരം കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളീയർ മനസ്സിലാക്കേണ്ട ഭാഗമുണ്ട്. ആദ്യം ഞാൻ സൂചിപ്പിച്ച ആയത്ത് എൻ്റെ വിശദീകരണം നൽകിയിട്ട് അല്പം ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വ യുസല്ലിമൂ തസ്ലീമാ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂ, കാര്യം നിങ്ങൾ ഗ്രഹിക്കും പോലെയല്ല, അവർ സത്യവിശ്വാസികളാവുക തന്നെ ഇല്ല. ലാ യുഅ്മിനൂ ഏതുവരെ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂ ഹത്താ യുഹക്കിമൂക, മുഹമ്മദ് നബിയോടാണ്, അല്ലയോ ദൂതരെ നിങ്ങളെ വിധികർത്താവാക്കി മാറ്റുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ ചർച്ചയ്ക്ക് വിധേയമായ വിഷയത്തിൽ, അവർ പണങ്ങുന്ന വിഷയത്തിൽ ആരെ വിധികർത്താക്കവാക്കണം? റസൂലിനെ. റസൂൽ എന്ത് പറഞ്ഞു ആ വിഷയത്തിൽ എന്നത് നോക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അങ്ങനെ റസൂൽ ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ വിധിയാണ്? അള്ളാഹിന്റെ വിധിയാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, പിന്നെ നിങ്ങൾ വിധിച്ച വിധിയിൽ അവർക്ക് ഒരു വെറുപ്പോ അറുപ്പോ പ്രയാസമോ ദീഖോ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹിന്റെ വിധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വയുസല്ലിമൂ തസ്ലീമാ, അതിനവർ സമർപ്പിക്കും. ഇത് പരിപൂർണമായിട്ട് അള്ളാഹുവിൻ്റെ വിധിക്ക് അവർ അനുസരിക്കും. അതിന് അങ്ങനെ തന്നെ അനുസരണശീലരായി മാറും. ആ കൽപ്പനയ്ക്ക് അള്ളാഹ് പറഞ്ഞല്ലോ, തസ്ലീം, സമ്മതിച്ചു. സമഅനാ വഅതഅനാ, അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, തീർന്നു. അവിടേക്ക് എത്തണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് പരിപൂർണ മഹബത്ത് നേടിയെടുക്കാൻ സാധിക്കുക. എന്നാൽ ഞാൻ ഇപ്പോൾ അള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ കടുപ്പം കൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ജസ്ബിൻ്റെ ഹാലത്തിലേക്ക് ഞാൻ എത്തി എന്ന് പറയുന്നവർ കേരളത്തിലുണ്ട്, ഇല്ലേ? തരീഖത്തിൻ്റെ ആൾക്കാരെന്നാണ് പറയപ്പെടുക. തരീഖത്ത് എന്താണ്? അത് അനിസ്ലാമിക തരീഖത്താണ്. തരീഖത്ത് ഇവിടെ അള്ളാഹ് പഠിപ്പിച്ചത് ഒറ്റ ഒന്നാണ്. അതിൻ്റെ പേരാണ് എന്ത്? ശരീഅത്ത്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യുഅ്മിനൂൻ. നിങ്ങളിലേക്ക് ഞാൻ ഇവിടെ ഇറക്കിയതായ ഒരു ശരീഅത്തുണ്ട്, ആ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റുക. അത് എവിടെയൊക്കെ നന്മയുണ്ട് അത് ശരീഅത്തിലുണ്ട്, എവിടെയൊക്കെ തിന്മയുണ്ട് അത് ശരീഅത്തിലില്ല. അതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ വേണ്ടതെല്ലാം ഉണ്ട്. പിന്നെ തരീഖത്ത് വേറെ, ഹഖീഖത്ത് വേറെ, മഅരിഫത്ത് വേറെ, അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ വെവ്വേറെ വേർതിരിച്ചുണ്ടാക്കിയതായ വിഭാഗത്തിൻ്റെ സ്വഭാവത്തിലാണ് നാം കണ്ടത്. എന്ത്? സ്നേഹത്തിൽ ഞങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കഴിഞ്ഞു, ഞങ്ങൾക്കിനി നമസ്കരിക്കേണ്ടതില്ല. അങ്ങനെ നാം കണ്ടു കേരളത്തിൽ നമസ്കാരം സ്റ്റോപ്പാക്കിയതായ കള്ളശേഖന്മാർ. അതുപോലെ തന്നെ കഞ്ചാവ് തിന്നും, ഞങ്ങൾ തിന്ന കഞ്ചാവല്ല, അത് ഞങ്ങൾക്ക് സ്വർഗത്തു നിന്ന് ഇറങ്ങിയ ഭക്ഷണമാണെന്ന് വാദിക്കും. അത് അങ്ങനെയുള്ളവരെയും കണ്ടു. 4-ാം നൂറ്റാണ്ടിന് ശേഷം അനിസ്ലാമിക തരീഖത്ത് ഉടലെടുത്ത കാലഘട്ടത്തിൽ ഇറാനിലും ഇറാഖിലും ആ നാട്ടുകാരിലൂടെ, ആ നാട്ടുകാരുടെ പ്രതിനിധികളായിട്ട് വന്നവരാണ്. പ്രത്യേകിച്ച് താജാക്കിസ്ഥാൻ എന്ന ഭാഗത്തിൽ നിന്നിട്ട് വന്നവരാണ് നമ്മുടെ നാട്ടിൽ കേൾക്കപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തിയോ അല്ലെങ്കിൽ നാഗൂറിലുള്ളതായ ആൾക്കാരോ, അങ്ങനെ പഴയ കാലഘട്ടത്തിൽ ത്തിലുള്ള മുഗളന്മാരുടെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നതായ നിസാമുദ്ദീനോ, ആ കാലഘട്ടത്തിൽ വന്നവരൊക്കെ അദൗദ്യ സിദ്ധാന്തക്കാരും ഇങ്ങനെയുള്ളതായ തത്വം പേര് നടക്കുന്നവരുമായിരുന്നു പലരുമെന്നാണ് അവരുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം അങ്ങനെയുള്ളവരിലൂടെയാണ് ഇന്ത്യ തകർന്നത്, അങ്ങനെയുള്ളവരിലൂടെയാണ് നമ്മുടെ നാട് തകർന്നത്, അങ്ങനെയുള്ളവരോടെയാണ് 800 കൊല്ലം നാം ഭരിച്ച നാട് പിന്നെ നമുക്ക് ഭരിക്കാൻ സാധിക്കാതെ വന്നു പോയത് എന്നത് ഖേദകരം, ദുഃഖകരം. കാരണം അവർ അപകടമുണ്ടാക്കിയത് ആദർശത്തിലാണ്,
കാരണത്താലാണ് അവരപകടമുണ്ടാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ തരീഖത്തും ഹഖീഖത്തും മാരിഫത്തും പറഞ്ഞിട്ട് പള്ളിയിൽ നിന്നിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധന മേഖലകളിൽ നിന്നിട്ടും ഷെട്ടികളെ ദൂരപ്പെടുത്തിയതിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ഒരു അതിര് വരെ നിസ്കരിച്ചാൽ നിങ്ങൾ മതി, കുറച്ചു കാലം ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ അടുക്കലേക്ക് എത്തി, പിന്നെ ഞാൻ ധരിക്കുന്ന ചെരുപ്പ് നീ ധരിക്കുക, ഞാൻ കെട്ടുന്ന തലപ്പാവാകുന്ന പച്ച തലപ്പാവ് നീ ധരിക്കുക, ഞാൻ ധരിക്കുന്നതായ മോതിരം നീ ധരിക്കുക എന്നൊക്കെയുള്ള ആദർശങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിനിമയാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ നാടകമാണ്. അല്ലാന്ന് അഭിപ്രായമുണ്ടോ? ഖേദത്തോടു കൂടി ദുഃഖത്തോടു കൂടി നാം കാണുന്നത് ഇവിടെ ഹജ്ജ് സീസണിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആ സൈസിലുള്ള തലപ്പാവും ധരിച്ച് വരുന്നതായ വിഭാഗത്തെ അത് നിങ്ങൾ അതിൻ്റെ ബേക്കിൽ എന്താണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ആദർശം ക്ലിയർ ആക്കാൻ പറ്റുക, അപ്പോഴാണ് നമുക്ക് 1-ാം നൂറ്റാണ്ടിലേക്ക് എത്താൻ പറ്റുക, അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ പിന്തുടർച്ച കൈകൊള്ളാൻ പറ്റുക, അപ്പോഴാണ് സലഫ് സാലിഹ്കളുടെ ജീവിതം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുക. അള്ളാഹ് പറയുന്നു, ഒരു റൂട്ടാണ് ഇവിടെ, 2 റൂട്ടില്ല. അതാണ് ശരീഅത്ത്. അതിൽ എല്ലാ നന്മകളുമുണ്ട്, അതിൽ ദിക്റുണ്ട്, അതിൽ അദ്കാറുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, അതുപോലെ റസൂലുള്ളാഹിക്കുള്ള സലാത്തുണ്ട്, അതിൽ അള്ളാഹിലേക്ക് അടുക്കാനുള്ള സർവ്വ പ്രവർത്തനങ്ങളുമുണ്ട് കൂട്ടരെ. പിന്നെന്തിനാ കരിഞ്ചന്ത ആവശ്യമില്ല. അതുപോലെ തന്നെ തക്ലീഫ് ഉയർത്തപ്പെട്ടു എന്ന ഭാഗം പറയുന്നത് തെറ്റാണെന്ന് നാം പഠിച്ചു. അത് കേരളത്തിലും അതുപോലെ വടക്കേ ഇന്ത്യയിലും അതുപോലെ തരീഖത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവരുടെ നാട്ടിലേക്ക് വ്യാപകമാണ്. അതുപോലെ തന്നെ ഒരു ഷിട്ടി മറ്റൊരു ഷിട്ടിയെ, പെണ്ണിനെ അല്ലെങ്കിൽ പുരുഷൻ ആരെയാണെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹവും എന്താവാൻ പാടുള്ളതല്ല, ആരാധനയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള സ്നേഹമാവാൻ പാടുള്ളതല്ല. അതെങ്ങനെയാണ്? പിശാചി ഇങ്ങനെ സ്നേഹത്തെ കടുപ്പമുണ്ടാക്കി അവളോട് അവൻ പറയുന്ന രംഗങ്ങളൊക്കെ അത് പ്രത്യേകിച്ച് അനിസ്ലാമിക ബന്ധത്തിലൂടെയാണ് ഉണ്ടാവുക. എന്ത്? എടി നീ ഇല്ലെങ്കിൽ ലോകമില്ല, നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീയാണ് എല്ലാം എന്നൊക്കെ പറയും. അവളെന്തായി? ഈമാനൊക്കെ കൊന്നുകയറി. അതൊക്കെ സാധാരണ സിനിമ പാട്ടുകളിൽ കേൾക്കപ്പെടാറുള്ളതാണ്. യഥാർത്ഥത്തിൽ വികാരത്തിൻ്റെ പേരിലൂടെ ഉണ്ടാകുന്ന സ്നേഹവും ശിർക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതുപോലെ അമിതമായ സാലിഹ്യങ്ങളോടുള്ളതായ സ്നേഹം ശിർക്കിലേക്ക് എത്താൻ കാരണമാകുന്നത് പോലെ തന്നെ ജബത്തു നഹീത്തോ കുജിബി നഹി, നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല അല്ലേ? അങ്ങനെയാണ് പണ്ടൊക്കെ പാടിയതോലോ. അതെ, അത് ഏത് ശൈലിയിൽ, ഏത് പാട്ടിൽ, ഏത് ഭാഷയിൽ ലോകത്ത് എവിടെ പാടിയാലും ഷിർക്കിന്റെ പദമുണ്ടെങ്കിൽ പണ്ട് ഞാൻ പറയാറുണ്ട്, കേരളത്തിൽ നിന്നിട്ട് വന്ന ഉടനെ ചൂടാറുന്നതിന് മുമ്പ് കേരളത്തിലുള്ളതായ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കല്യാണം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരുടെ വീട്ടിലും ടേപ്പരി കാർഡും ഇതൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മുസ്ലിംമാരുടെ വീട്ടിൽ താമസിച്ചാണ്, അതുകൊണ്ട് അതൊന്നും കേൾക്കലല്ലാതെ വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കേൾക്കലാണ്. എന്തിലൂടെ? ഈ കല്യാണ മണ്ഡപത്തിലൊക്കെ വലിയ സ്പീക്കർ കെട്ടിവെച്ചിട്ട് പാട്ട് ഇങ്ങനെ കേൾക്കും. അങ്ങനെയുള്ളതായ പാട്ടുകളൊക്കെ കേട്ടതായ കാലത്തിലുള്ള ഓർമ്മയിൽ എന്ത് ഞാൻ പറയാറുണ്ട്, എന്ത് ജബ് ഖുദാനെ ആസ്മാൻ സെ ദേഖത്തെ ഹോഗ മുझे എന്താണ് മെഹബൂബ് കി കിസ്നെ ബനായ കർക്കെ സോചിത്ത ഹോഗ. അല്ലാഹു തെറ്റോ ശരി എന്തായാലും തെറ്റായാലും നല്ലതാണ്, വെറും തോന്നിയാസാ പറയുന്നത്, തോന്നിയാസാണ്. എന്താണ്? അള്ളാഹ് എൻ്റെ കാമുകിയെ ആകാശത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഇവളെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹിനെ ചിന്തിച്ചു നോക്കൂ. ഇത് പാടുന്നത് ഒരു മുസ്ലിമിന്റെ പേരുള്ളതായ ഗായകൻ, അത് പാടിപ്പിക്കുന്നത് മുസ്ലിങ്ങളും ആജിമാരും അജുമ്മമാരും കല്യാണത്തിനും മറ്റും, അത് കേൾപ്പിക്കുന്നതും കാശ് കൊടുക്കുന്നതും കൊടുപ്പിക്കുന്നതും. അപ്പോൾ ഷിർക്കിന്റെ കാര്യം പറയുമ്പോൾ ഷിർക്ക് വെറും സലഫ് സാലിഹ്യങ്ങളെയോ അല്ലെങ്കിൽ മഹാത്മാക്കളെയോ സാലിഹ്യങ്ങളെയോ അമിതമായി ആദരിക്കുന്നതിൽ മാത്രമല്ല, മറ്റേ വികാര അനിസ്ലാമിക സ്നേഹത്തിലൂടെ ഉണ്ടാകുന്നതായ പദപ്രയോഗങ്ങളിലും എന്തുണ്ടാവാം? ഷിർക്കുണ്ടാവാം. അപ്പോൾ അതും പഠിക്കൽ അനിവാര്യമാണ്. അതെ, നിങ്ങളോട് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഹബത്ത് എന്ന വിഷയം അതിൻ്റെ പരിപൂർണ അർത്ഥത്തിലൂടെ ഭാവിയിൽ ഇബാദത്തിൻ്റെ വിശദീകരണത്തിൽ ഇനിയും കേൾക്കാൻ പോകുന്നുണ്ട്. നാം ഇന്ന് വെറും സാമ്പിൾ മാത്രം നൽകിയതാണ് മഹബത്തിനെ കുറിച്ച്. എന്തുകൊണ്ട്? ഇബാദത്ത് പരിപൂർണമാവേണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന ഇബാദത്തിൻ്റെ പരിപൂർണതയ്ക്ക് അനിവാര്യമാണ് മഹബത്ത് എന്നത് വരുത്തി തീർക്കാൻ.
റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ, പിന്നെ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട്, കുട്ടിയെ സ്നേഹിച്ചുകൊണ്ട്, അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആ പള്ളിക്ക് പോകേണ്ട സമയത്തിൽ പള്ളിയിൽ പോകേണ്ടതില്ല എന്ന് വെക്കൂല. കാരണം കട്ടി കൂടിയ സ്നേഹം അവിടെ വന്നു, അള്ളാഹുവിൻ്റെ സ്നേഹം. ആ അള്ളാഹുവിൻ്റെ വാക്ക്, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള വിളി വന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു മഹാൻ, അല്ലാഹു അക്ബർ, അല്ലാഹു മഹാൻ. അപ്പോൾ ആ സ്നേഹത്തിന് പരിഗണന നൽകി മറ്റതിനെ തള്ളി അവിടെ ചെല്ലുന്ന സ്വഭാവം ഉണ്ടാകും എന്നതുകൊണ്ടാണ്. ഈ രണ്ട് അസല് ഒരുമിച്ച് കൂടുമ്പോൾ അവൻ്റെ ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടാകും. ഇഖ്ലാസ് ഇബാദത്തുണ്ടായാൽ പിന്നെ ഒരു ഷർത്ത് മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇബാദത്ത് സ്വീകരിക്കാൻ. അതെന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നാം ചെയ്യുന്ന ആരാധനകളെല്ലാം ഇവിടെ കിടക്കുന്ന ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന ശൈലിയിലല്ലാതെ നമസ്കരിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല അള്ളാഹുവിനെ. അള്ളാഹുവിനുള്ള ഏത് ആരാധനയും ഒരാൾ അവൻ്റെ ഇഷ്ടാനുസരണം ചെയ്താൽ അവൻ്റെ ആരാധനയിലൂടെ അവനെ ശിക്ഷിക്കപ്പെടും. ഏതുപോലെ ഒരാൾ റജബ് മാസം 27 നോമ്പ് പിടിച്ചാൽ അവൻ ആ നോമ്പിലൂടെ നരകത്തിലേക്ക് പോണ്ടി വരും. എന്തുകൊണ്ട്? റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുക എന്നത് സുന്നത്താണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട്. കള്ള ഹദീസിൽ വരെയില്ല. അതുപോലെ തന്നെ ഷഅബാൻ മാസത്തിൽ നോമ്പ് നോക്കണമെന്ന് റസൂൽ പറഞ്ഞു എന്ന വിശ്വാസത്തിൽ, സഹീഹ് ഹദീസിലുണ്ട് എന്ന വിശ്വാസത്തിൽ, ഷഅബാൻ മാസം 15 ഒരാൾ നോമ്പ് പിടിച്ചാലും അവന് അതിൻ്റെ തോതനുസരിച്ച് ശിക്ഷ ഏൽക്കേണ്ടി വരും. കാരണം നോമ്പിൻ്റെ ബാബുകൾ പഠിപ്പിക്കുന്നതായ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ പഠിപ്പിച്ച ഗ്രന്ഥത്തിൽ, ഞാൻ പഠിപ്പിച്ച ഗ്രന്ഥത്തിൽ വരേക്കും ഇല്ല. എന്ത്? റജബ് 27 നോമ്പുണ്ടെന്നോ ഷഅബാൻ 15 സുന്നത്ത് നോമ്പുണ്ടെന്നോ പഠിച്ചിട്ടില്ല, ജനങ്ങൾ കാട്ടുന്നു എന്നല്ലാതെ റസൂൽ പറഞ്ഞു എന്നോ കിതാബിലുണ്ട് എന്നോ. നമ്മുടെ നാട്ടിൽ 10 കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന 12 കിതാബാണ് ഞാനുള്ള കാലത്ത് പഠിക്കാറുള്ളത്. ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. 10 കിതാബ് എന്ന് പറയുന്ന 12 കിതാബ് ആശറാത്ത കുത്തുബിന് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിലൊരു കിതാബ് ഉണ്ട്. ആ കിതാബിൻ്റെ പേര് കിതാബു സോം എന്നാണ്. നോമ്പിൻ്റെ കിതാബാകുന്ന ഒരു കിതാബാണ്. ആ കിതാബിൽ എന്തൊക്കെ സുന്നത്തായ നോമ്പുകളാണ് മുസ്ലിങ്ങൾ നോക്കേണ്ടത് എന്ന് വിവരിക്കുന്നുണ്ട്. അത് പഴയ കാലഘട്ടങ്ങളിൽ പൊന്നാണി മുതൽ കൊടുങ്ങല്ലൂർ മുതൽ മംഗലാപുരം വരെയുള്ളതായ ഏത് പള്ളി ദർസുകളിൽ, കോളേജൊക്കെ അടുത്ത് വന്നതല്ലേ, ഒരു 10, 50, 60, 70, 80 കൊല്ലം അങ്ങോട്ട് വിട്ട് കിടന്നാൽ പിന്നെ കോളേജ് ഉണ്ടോ? ഇല്ല. കോളേജും മദ്രസൊക്കെ അടുത്ത് വന്നതാണ്. പണ്ടൊക്കെ പള്ളി ദർസിൽ കൂടിയാണ് എന്തുള്ളത്? എൽമു പഠിക്കാറുള്ളത്. ആ എൽമു പഠിക്കുന്നതായ രംഗത്തിൽ പൊന്നാണി മുതൽ അങ്ങോട്ടുള്ള നാടുകളിലെല്ലാം വ്യാപകമായി പഠിച്ചതായ ഗ്രന്ഥമാണത്, കർമ്മശാസ്ത്രം പഠിക്കാൻ. ആ ഗ്രന്ഥത്തിൽ എന്തില്ല? ഞാൻ ഈ സൂചിപ്പിച്ചതായ റജബ് 27 നോമ്പില്ല, ഷഅബാൻ 15 നോമ്പില്ല. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നു? നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത് അതാണ്. ഏത്? അള്ളാഹുവിനെ ആരാധിക്കുന്നത് റസൂല് പഠിപ്പിച്ച ശൈലിയിലാവണമെന്ന് പറയുമ്പോൾ അതിന് വിപരീതം ആരാധിച്ചാൽ അത് കുറ്റമായി മാറുമെന്ന് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ അതുപോലെ ഏത് ബിദ്അത്തും അങ്ങനെ തന്നെയാണ്. റസൂല് പഠിപ്പിക്കാത്ത ശൈലിയിൽ നമ്മുടെ ആരാധനയിലുള്ള ഒരു ഇനങ്ങളും നാം ചെയ്യാൻ പാടുള്ളതല്ല. റസൂല് പഠിപ്പിക്കാത്ത ശൈലി പാടുള്ളതല്ല. അപ്പോഴോ റസൂല് വഞ്ചിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇമാം മാലിക്ക പറഞ്ഞത്. മാലിക് ഇമാമുണ്ടല്ലോ, ഇവിടെ ബഖയിൽ ഖബറക്കപ്പെട്ട 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഒരാളായ, ഇവിടുത്തെ ഖാദി, ഖതീബ്, മുദർരിസ് എല്ലാമായി ജീവിച്ച് മരിച്ചു പോയതായ വ്യക്തി. ആരാണത്? ഇമാം മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി. അദ്ദേഹം പറയുന്നു, ആരെങ്കിലും ഈ മതത്തിൽ ഇല്ലാത്ത ശൈലി ദഅവത്ത് ചെയ്യാൻ ഉപയോഗിച്ചാൽ, ഈ മതത്തിൽ ഇല്ലാത്ത ശൈലി എന്ന് പറഞ്ഞാൽ മനഹജ് മാറ്റിയിട്ട്, സഹാബാക്കൾ പഠിപ്പിക്കാത്ത മനഹജാണ് നമ്മുടെ ദഅവത്തിന്റെ മനഹജെങ്കിൽ, അല്ലെങ്കിൽ സഹാബാക്കൾ പഠിപ്പിക്കാത്ത ശൈലിയാണ് നമ്മുടെ ഇബാദത്തിന്റെ ശൈലിയെങ്കിൽ, അവൻ പറയുന്നത് അവന്റെ പ്രവർത്തനത്തിലൂടെ റസൂലുള്ളാഹി നമ്മെ വഞ്ചിച്ചു എന്നാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണല്ലോ അത്. അപ്പോൾ റസൂലുള്ളാഹി വേണ്ടതുപോലെ നമ്മൾ പഠിപ്പിച്ചില്ല. റസൂൽ ഒരു ഉറൂസ് പഠിപ്പിച്ചെന്നില്ലല്ലോ. നാം ഇപ്പോൾ 86 ആന, 90 ആന, ഇപ്പോൾ 90 ആനയാണ് ഏകദേശം. ഒരു ഖബറിൻ്റെ മീതെ കേരളത്തിലെ 90 ആനയാണ് പോവുക കൊല്ലത്തിൽ പ്രാവശ്യം. എന്തിനാണ്? അവിടെ മരിച്ചു കിടക്കുന്ന ആൾ 90 കൊല്ലമായി മരിച്ചു, അതുകൊണ്ടാണെന്നാണ് മനോരമയിൽ വായിക്കാൻ പറ്റിയത്. മനസ്സിലായില്ലേ? അപ്പോൾ 90 ആന, ഈ 90 ആന ഖബറിൻ്റെ പുറത്ത് അയാൾ മരിച്ച കൊല്ലത്തിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ആനപ്പോക്ക് പൂജാരിയിലൂടെ നടത്തണമെന്നത് റസൂൽ പഠിപ്പിച്ചോ? ഇല്ല.
ഉറൂസ് നടത്തണമെന്ന് റസൂൽ പഠിപ്പിച്ചോ? ഇല്ല. റസൂൽ പഠിപ്പിച്ച് ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്? ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നിട്ട് പരലോകം ഓർക്കാൻ, എന്നിട്ട് മരിക്കാൻ ഒരുങ്ങാൻ, എന്നല്ലാതെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനല്ല. ഇതാണ് റസൂൽ പഠിപ്പിച്ചതായ ശൈലി. അതിനപ്പുറമുള്ളതെല്ലാം എന്താണ്? ബിദ്അത്താണ്, ഇതിലില്ലാത്തതാണ്. ആ ശൈലി ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം റസൂലുള്ള എന്തോ ഒരു വഞ്ചകൻ, അദ്ദേഹം ആ മഹാവ്യക്തി നമുക്ക് ഉറൂസ് പഠിപ്പിച്ചില്ലല്ലോ. ഇത്ര നല്ല ചാൻസുള്ള, ഇത്ര കാശുണ്ടാക്കാൻ പറ്റുന്ന, ഇത്ര തട്ടിപ്പ് നടത്താൻ പറ്റുന്ന, ഇത്ര സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ട് മിശ്രമായിട്ട് അനാചാരം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല റസൂൽ നഷ്ടപ്പെടുത്തിയല്ലേ എന്ന് പറയും പോലെ. എന്താ സംശയമുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നിങ്ങളെക്കുറിച്ചല്ല, വരുന്നവരിൽ നിന്നിട്ട് 4% ഹജ്ജിന് വരുമ്പോൾ, ഉംറക്ക് വരുമ്പോൾ നേരിട്ട് കണ്ട് എനിക്ക് പരിചയമുള്ളതാണ്. ഒരു മനുഷ്യൻ ഇവിടെ പ്ലെയിൻ ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യം വരുന്നത് മദീനയിലേക്ക് ആയതുകൊണ്ട് മൂപ്പർ ആദ്യമാണ് ഡെക്കറേഷൻ കാണുന്നത്. കേരളത്തിൽ അത്ര വലിയ ഡെക്കറേഷൻ കാണല് ഉറൂസിന് മാത്രമാണ്. എന്താ ഇവിടെ ഉറൂസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഡെക്കറേഷൻ കണ്ടപ്പോഴേ മൂപ്പരുടെ ചോരയിൽ കറങ്ങുന്ന ഉറൂസാണ്. അതുകൊണ്ട് കണ്ട ഉടനെ തന്നെ, ഇറങ്ങിയ ഉടനെ തന്നെ വിളക്കിൻ്റെ കടുപ്പം കണ്ടപ്പോൾ മൂപ്പർ ചോദിക്കുകയാണ് ഉറൂസ് ഉണ്ടോ എന്ന്. ചിരിക്കാൻ പറയല്ല, അങ്ങനെയാണ് സംഭവിച്ചത്. ഞാനന്ന് മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ്. ഹാജിമാർക്ക് പണ്ട് കാലഘട്ടങ്ങളിൽ 1974 മുതൽ 86 വരെ ഏകദേശം, അള്ളാഹു ആലം ഓർമ്മ വരുന്നില്ല, ഈ സാധുവിൻ്റെ ക്ലാസ് ഹാജിമാർക്ക് മദീനത്തെ പള്ളിയുടെ അകത്ത്, അത് അഭിമാനം പറയല്ല, അള്ളാഹ് ചെയ്ത അനുഗ്രഹമാണ്. 2ാം നമ്പർ കുർസി ഈ സാധുവിനായിരുന്നു. ഒരു കൊല്ലത്തിൽ 7 മാസം ഏകദേശം, ഒരു കൊല്ലത്തിൽ 7 മാസം. കാരണം അന്നത്തെ ഹജ്ജ് സീസൺ 7 മാസമാണ്. ഇന്നത്തെ മാതിരി 20 ദിവസമല്ല. ഹജ്ജ് സീസൺ ഷഅബാനിൽ ആരംഭിക്കും കപ്പൽ വരാൻ. വന്നു കഴിഞ്ഞാൽ റമളാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫറിലാണ് ലാസ്റ്റ് കപ്പൽ പോവുക. അപ്പോൾ ആ മാസങ്ങളിൽ മുഴുവനും നമുക്ക് ഹാജിമാരെ കെട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. ഒക്കെ സുന്ദരമായ കാലഘട്ടമാണ് ഒരർത്ഥത്തിലൂടെ. കാരണം കേരളീയർക്ക് അഡ്രസ് ഇല്ല. കേരളീയരുടെ എഴുത്തുവരൽ ബാബുർ റഹ്മ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ബാബുർ റഹ്മയുടെ പരിസരത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ക്ഷീണം മാറാനാണ്, അവസാനമല്ലേ ക്ലാസ്സിൻ്റെ. അപ്പോൾ അതൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്ന കയറൂല. ആ മലയാളി മരിച്ചുപോയി, അബ്ദുല്ലാജി എന്നയാളെ പേര്. അദ്ദേഹമാണ് കടക്കുന്നവരെ യമനികളെന്ന പോലെ ചെരുപ്പ് വാങ്ങി വെക്കുക. പോലീസൊന്നും ആ കാലഘട്ടത്തിൽ നിൽക്കൂല വാതിൽ. അവിടെ നിൽക്കുന്നവർ ചെരുപ്പ് വാങ്ങി വെക്കും. അപ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം, 20 ഗർഷിന് 1 റിയാലാണ്. 20 ഗർഷിന് 1 റിയാൽ. ഒരു ഗർഷ് 5 ഹലലയാണ്. അങ്ങനെയുള്ള 2 ഗർഷോ 1 ഗർഷോ കൊടുത്താൽ ചെരുപ്പ് വാങ്ങി സൂക്ഷിക്കും. പിന്നെ മടങ്ങി വരുമ്പോൾ ചെരുപ്പ് മടക്കി തരികയും ചെയ്യും. അങ്ങനെയുള്ളതായ ആ ബാബുർ റഹ്മയുടെ അഡ്രസ്സിൽ കൂടിയായിരുന്നു 7 മാസം കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നിട്ട് തന്നെ എഴുത്ത് വരിക. ഏതെങ്കിലും ഒരു മലയാളിയെ അവിടെ നിന്ന് അന്വേഷിച്ചാൽ അത്ര മലയാളികളേ ഉള്ളൂ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ വിട്ട് കടന്നിരുന്നു. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സത്യത്തെ സത്യം പോലെ പഠിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ലോകത്തിലുള്ള ഏത് ശക്തിയെ വ്യക്തിയെ ഭയപ്പെടാത്ത രീതിയിൽ സത്യം പോലെ പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യം, സ്ഥൈര്യം മുസ്ലിം ലോക നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക്, രാഷ്ട്രങ്ങൾക്ക് നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുസ്ലിം ലോകം ഈ ദിവസങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്നിട്ട്, ആ പ്രയാസങ്ങളിൽ നിന്നിട്ട്, ആ ഭിന്നിപ്പുകളിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മോചിപ്പിക്കട്ടെ. ഇസ്ലാമിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, സത്യത്തിലേക്ക് മടങ്ങലിലൂടെ അവരെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മക്കൾ മക്കത്ത് താമസിക്കുന്നു. ഉമ്മാക്ക് ഉംറയ്ക്ക് വേണ്ടി ഗ്രൂപ്പിൻ്റെ കൂടെ മഹറമില്ലാതെ നാട്ടിൽ നിന്നിട്ട് യാത്ര പുറപ്പെടാൻ പറ്റുമോ? മക്കൾ മക്കത്ത് താമസിക്കുന്നു. ഉമ്മാക്ക് ഉംറയ്ക്ക് വേണ്ടി ഉംറ ഗ്രൂപ്പിൻ്റെ കൂടെ മഹറമില്ലാതെ യാത്ര പോകാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. മഹറമില്ലാതെ യാത്ര പോകാൻ പാടില്ല എന്നാണ് മറുപടി. റസൂലുള്ള വിരോധിച്ചതാണ്. ഒരു ദിവസം, ഒരു രാത്രി പകൽ ഒരു പെണ്ണ് അള്ളാനെ കൊണ്ടും പരലോകം കൊണ്ടും വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ മഹ്റമില്ലാതെ കൂടെ അവൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത അവളുടെ സ്വന്തക്കാരായ ആങ്ങളയെ പോലോത്ത, ഇളയപ്പയെ പോലോത്ത, മൂത്തപ്പയെ പോലോത്ത
മഹറമില്ലാതെ അവള് പ്രത്യേകിച്ച് യുവതികളാണെങ്കിൽ ഭംഗിയുള്ളവരാണെങ്കിൽ യാത്ര പോകാൻ പാടില്ല എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഹജ്ജിനും ബാധകമാണ്. എത്രത്തോളം ഹംബലി മദ്ഹബിൻ്റെ ഉലമാക്കളായിട്ട് അറിയപ്പെടുന്ന സൗദി അറേബ്യൻ പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരും ഫത്വ കൊടുക്കുന്നതായിട്ട് നാം കേൾക്കുന്നു. ഒരു പെണ്ണിന് ഹജ്ജോ ഉംറയോ നിർബന്ധം തന്നെയില്ല മെഹ്റം കൂടെ ഇല്ലെങ്കിൽ എന്ന്. മെഹ്റം കൂടെ ഇല്ലെങ്കിൽ ഹജ്ജും ഉംറയും നിർബന്ധമില്ല. പക്ഷേ ഞാനത് പറയാറില്ല. ഞാൻ പറയാറുള്ളത് മെഹ്റമിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് യുവതികളാണെങ്കിൽ ബന്ധിപ്പിക്കുക ഹജ്ജിനെ. ഏതുവരെ മെഹ്റമിന് ലഭിക്കുന്നു. അങ്ങനെ മെഹ്റമിന് ലഭിക്കാതെയാണ് അവർ മരിച്ചു പോകുന്നതെങ്കിൽ അവർക്ക് പകരം അവരുടെ സമ്പത്തിൽ നിന്നിട്ട് മറ്റുള്ളവർ ഹജ്ജ് ചെയ്യട്ടെ എന്നതാണ്. പിന്നെ ഷാഫി മദ്ഹബുകാരിൽ നിന്നിട്ട് ചിലർക്ക് അപകട സാധ്യതയില്ലാത്ത രൂപത്തിൽ 6 5 6 തള്ളകളായ പെണ്ണുങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരോടുകൂടി അയക്കാമെന്ന നിഗമനം അനുസരിച്ചിട്ടാണ് പലരും കേരളത്തിൽ നിന്നിട്ട് അയക്കാറുള്ളത്. ആരെ? പെണ്ണുങ്ങളെ. പക്ഷേ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ ഒരു കൂട്ടം ആജിമാരി പെണ്ണുങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കൂടെയുള്ള വല്ലരും മെഹ്റമാണോ എന്ന് ചോദിച്ചു. ആരും ഞങ്ങളുടെ കൂടെ മെഹ്റമില്ല എന്ന് പറഞ്ഞു. കൂടെയുള്ളവർ മുഴുവനും തള്ളകളെ അല്ല, യുവതികളാണ് താനും. യുവതികൾ മുഴുവനും മെഹ്റമില്ലാത്ത രൂപത്തിൽ അന്യ പുരുഷന്മാരുടെ കൂടെ ഹജ്ജിന് വന്നു. എന്നിട്ട് ചിലപ്പോൾ അവർ താമസിക്കുന്നത് 2 പെണ്ണുങ്ങൾ 2 പുരുഷന്മാർ. യാതൊരു ബന്ധവുമില്ലാത്ത പെണ്ണ് കാല് പൊക്കും, അവൻ കാല് പൊക്കും, ഇവൾ കാല് പൊക്കും, അവളുടെ മുഖം പുറത്താവും. ആ രൂപത്തിൽ എന്ത് ഭക്തിയാണ്, എന്ത് ഹജ്ജാണ്, എന്ത് ഉംറയാണ്. ഭക്തിയോടുകൂടി ചെയ്യേണ്ടതായ ആരാധനയ്ക്ക് അങ്ങനെയുള്ള അപകടം പാടുള്ളതല്ല എന്നതുകൂടി ഓർക്കണം. അള്ളാന്റെ കൽപ്പന അത്രയും, റസൂലുള്ളാഹിന്റെ കൽപ്പന അത്രയും കൃകൃത്യമാണ്. അപകട സാധ്യതയിൽ പെടും. എത്രയോ പെണ്ണുങ്ങൾ പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് അത്തിയ്യ സാലിം എന്ന മദീന പണ്ഡിതൻ, മദീന ഹറമിൻ്റെ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതായ പണ്ഡിതൻ അടുത്ത് മരിച്ചുപോയി. അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ മദീനത്തെ പള്ളിയിൽ പറഞ്ഞതായി ഓർക്കുന്നു. അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ ഉണർത്തിയതാണ്, മൊറോക്കോയിൽ നിന്നിട്ട് കപ്പലിൽ കൂടി കൂട്ടമായി പെണ്ണുങ്ങൾ വരാമെന്ന തത്വത്തോടുകൂടി വന്നതായ പെണ്ണുങ്ങൾ നിന്നിട്ട് ഒരു കൂട്ടത്തിൽപ്പെട്ട 6ഓളം സ്ത്രീകൾ സൗദി അറേബ്യയിലേക്ക് എത്തിയപ്പോൾ ഗർഭിണികളായി മാറിയ വാർത്ത. കപ്പലിൽ ഗർഭിണികളായ വാർത്ത. അപ്പോൾ അപകട സാധ്യത ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ യുഗത്തിൽ നമ്മെപ്പോലത്തവർ ശേഷികെട്ട ഈമാൻ്റെ ഉടമകളാണ്. ഈമാൻ ശേഷികെട്ടവരാകുമ്പോൾ അപകട സാധ്യതയിൽ നിന്നിട്ട് വിട്ടു നിൽക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് ആ അഭിമാനത്തെ പെച്ച് ചീന്തിയിട്ട് ഹജ്ജില്ല, ഉംറയില്ല എന്നതാണ്. എന്നാൽ സഹോദരിയുടെ ചോദ്യത്തിന് മറുപടി, ഇത് മെഹ്റം കൂടെ ഉണ്ടെങ്കിൽ ആണ് സ്ത്രീ വരേണ്ടത്. യുവതിയാണെങ്കിലും ഭംഗിയുള്ളവളാണെങ്കിലും വയസ്സുള്ളവളും പ്രായമുള്ളവളുമാണെങ്കിൽ കൂട്ടത്തോടു കൂടി അങ്ങനെയുള്ള പല കൂട്ടത്തോടു കൂടിയുള്ള സ്ത്രീകളെ ലഭിച്ചാൽ പറ്റുമെന്നതായ ഷാഫി മദ്ഹബ് വേണമെങ്കിൽ അംഗീകരിക്കാം. അത് ആർക്കാണ്? പെൻഷനായ സ്ത്രീകൾക്കാണ്. ഖുർആന്റെ ഭാഷയിൽ പെൻഷനായ സ്ത്രീകൾക്കാണ് എന്നുകൂടി പഠിക്കൽ നല്ലതാണ്. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കുറിപ്പ് ഇവിടെ നമ്മുടെ സഹോദരന്മാർ, മദീന യൂണിവേഴ്സിറ്റി പണ്ഡിതന്മാർ, നൗഫൽ മൗലവിനെ പോലത്തതായ ആൾക്കാർ മനപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്വർണ്ണാവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, നിങ്ങൾ ഫയലിൽ സൂക്ഷിക്കണം. എന്നിട്ട് പരീക്ഷകൾ വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്താനും ഭാവിയിൽ നമുക്ക് തന്നെ സ്വയം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും ക്ലാസ് എടുക്കുവാനും എല്ലാം ഉപയോഗപ്രദമായി മാറുമെന്ന് നിങ്ങൾ ഓർക്കണം. എന്തുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ആധികാരികതയുള്ളതാക്കി മാറ്റാൻ ഞാൻ ഏത് ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ് അത് കണ്ടുപിടിച്ചത് എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പാടുപെടുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദവും ഉപകാരപ്രദവുമാണ്. വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ഒരാഴ്ച മുഷിഞ്ഞുകൊണ്ടാണ് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ നിങ്ങൾ കാണുന്ന കുറിപ്പ് അവിടെ തയ്യാറായി വരുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിന് തക്കതായ പ്രതിഫലം സഹോദരന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, വിദ്യാർത്ഥികൾക്ക് അള്ളാഹു നൽകട്ടെ. ആത്മാർത്ഥത നമുക്കും അവർക്കും നൽകട്ടെ. തുടർന്നുകൊണ്ട് നമുക്ക് ഈ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ തൗഹീദിന്റെ വിജയ പതാകയെ പറപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലിറങ്ങിയതായ ഈ തത്വത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി, ഇഖ്ലാസ് അല്ലാഹു നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.